ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നെതർലാൻഡ്സിൽ പൂക്കൾ ഒരു 2-3 സ്ഥലത്ത് ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇറക്കി, അടുത്ത സ്ഥലത്തേം കഴിഞ്ഞു, 3-ാമത്തെ സ്ഥലത്തേം കഴിഞ്ഞു. അതിനുശേഷം നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അതപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 27 കിലോമീറ്റർ കൂടി ഇല്ല ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിവിടുത്തെ അങ്ങനെ നാഷണൽ റൂട്ടിൽ കൂടെ സാവധാനം പോകണം. ഇപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ടൈമാണ്. പിള്ളേരൊക്കെ അതുപോലെ സൈക്കിളിന് സ്കൂളിൽ പോകാനായിട്ട് നൈസായിട്ട് സൈഡിൽ കൂടെ പോകണം. ഇപ്പോൾ സമയം കാലത്ത് 9 മണി കഴിഞ്ഞിട്ടുള്ളൂ. 9 മണി. ട്രാഫിക് കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈമാണത്. എങ്കിലും നൈസായിട്ട് അങ്ങ് പോകാമെന്ന് മാത്രം. നമുക്കിപ്പോൾ ഇവിടുന്ന് നാഷണൽ റോഡിൽ കൂടെ കയറിയിട്ട് വേണം ഹൈവേയിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ലോഡ് കാലത്ത്, അപ്പം നമുക്ക് പൂക്കളായിട്ട് ലോഡ് വന്നിട്ട് 2 ലോഡ് ബെൽജിയത്തിൽ ഇറക്കാണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ ഇറക്കി. പിന്നെ വന്നിട്ട് 3 ലോഡ് നെതർലാൻഡ്സിലുണ്ടായിരുന്നു. അത് ഇന്ന് കാലത്ത് ഇറക്കി. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നെതർലാൻഡ്സിൽ തന്നെ ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതിൻ്റെ ബാലൻസ് സംഭവം അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ലോഡ് എടുക്കാൻ പോകാനായിട്ട്. വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് മാക്സിമം 80 എങ്കിലും ചെറിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടി വരും. വെറുതല്ല, ആ ട്രക്കുകൾ എൻ്റെ കൂടെ ഉണ്ടായതൊക്കെ വേറെ വഴി കൂടെ പോയി. അതിതായിരിക്കണം കാരണം. ഈ റൂട്ടിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഒരു ധാരണയും നമുക്കില്ല. ഇവിടെ എന്തോ വർക്ക് നടക്കണ്ടെന്നൊരു സംശയം. വണ്ടികളൊന്നും ഈ സമയത്ത്, ട്രക്കുകളൊന്നും ഇതിൽ കാണാത്തത് അതേ വരുന്നുണ്ട്. സന്തോഷം. ഇത് ലോക്കൽ വണ്ടികളാണ് മൊത്തം കാണുന്നത്. Sal de la rotonda por la primera salida. ഇതിലെ ട്രക്കുകൾക്ക് കയറാൻ പറ്റില്ല. 1.5 കിലോമീറ്റർ. ഇതിലെ ഒരു റൂട്ട് പറയാനുണ്ട് മാപ്പിൽ. Dentro de 600 metros, en la rotonda, toma la primera salida en dirección Ost Provincial EUE, N231.
Sal de la rotonda por la primera salida por la número 231. നമ്മൾക്ക് ഈ പ്രാവശ്യം വലിയ പണി കിട്ടിയില്ല. സാധാരണ ഗതിയിൽ നമ്മൾ ലോഡ് ഇറക്കുന്നിടത്ത് അവർ ഇതിൻ്റെ മെറ്റീരിയൽസ് തിരിച്ചു തരും. ഈ പൂക്കൾ കൊണ്ടുപോകണ മെറ്റീരിയൽസ്. ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സ്ഥലത്തു നിന്ന് തരുമ്പോൾ ഇപ്പോൾ നമുക്ക് മൊത്തം വന്നിട്ട് 5 സ്ഥലമുണ്ട്. ഈ 5 സ്ഥലത്തു നിന്നും തരുന്ന മെറ്റീരിയൽസൊക്കെ കൂടെ ഒന്നാക്കിയിട്ട് വേണം അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട്. ഈ പ്രാവശ്യത്തെ ഗുണം എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയക്കൂടെ 2 സ്ഥലത്ത് നിന്ന് എനിക്ക് തന്നുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അവർ തരില്ല എന്ന് തോന്നുന്നു. തരില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പോൾ തന്നെ അവിടേക്ക് അയക്കും. അവർ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞു സംഭവത്തെ എസ്കേപ്പ് ആവാത്താണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ തരാത്ത പരിപാടികളൊന്നുമില്ല. അവർ പറയും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ തല്ല് പിടിക്കണമെങ്കിൽ അത് കമ്പനിക്കാർ തമ്മിൽ അടിച്ചു വിടണം. നമ്മൾ ഈ വക പരിപാടിയൊന്നും കയറുന്നില്ല. നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലാൽ ഓർഡറൊക്കെ തരുന്ന സാധനം തിരിച്ചു കയറ്റാം, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പം ആദ്യത്തെ സ്ഥലത്ത് വന്നപ്പോൾ അത് വലിയൊരു കമ്പനിയാണ്. നമ്മളപ്പോൾ അവിടെ അതിൻ്റെ ലോക്കുണ്ട്. അത് നമ്മൾ തന്നെ കയറണം അതിൻ്റെ അകത്ത്, കമ്പനിയുടെ അകത്ത്. കാരണം അവധി ദിവസമാണ് നമ്മളവിടെ ചെന്നത്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് അത് കുത്തി കയറി അതിൻ്റെ അകത്ത് സാധനം ഇറക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു കയറ്റാനായിട്ട് അവിടെ സാധനം റെഡി ആക്കി വെച്ചുള്ളത്. അപ്പോൾ നമ്മൾ കമ്പനിക്ക് അയച്ചു ഇന്ന മാതിരി സംഭവം ഉണ്ട്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. ആദ്യത്തെ പ്രാവശ്യം, അതായത് നമ്മൾ ഹെവി ആയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇല്ലാത്ത സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. Sal de la rotonda por la primera salida por la número 462. എന്താണ് കാരണം എന്നറിയില്ല. ലോക്കൽ റൂട്ടിൽ കൂടെയാണ് മൊത്തം കയറ്റി വിടണം എന്തായാലും വണ്ടി. Dentro de 400 metros, en la rotonda, toma la segunda salida y continúa por Silkerway N462. ഈ 20 കിലോമീറ്ററും ഇത് തന്നെയാണ് സംഭവം എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. വർക്ക് നടക്കണ്ട അവിടെ. Sal de la rotonda en Silkerway. Continúa por N462, 2 kilómetros. Sigue por la número 462. ഒരു സുഖമില്ലാത്ത റൂട്ടാണല്ലോ പറയണപ്പോൾ. അവിടെ വർക്ക് നടപ്പുണ്ട്. അടുത്തത് നമുക്കൊരു പണി വരുന്നുണ്ട്. Dentro de 400 metros, gira a la izquierda hacia Boscanaalwe.
ഇതിലെ ട്രക്ക് Gira a la കയറാൻ പാടില്ല. izquierda hacia Boscanaalwe. ഇതിനടുത്തോടെ ട്രക്കുകൾക്ക് കയറാൻ പറ്റില്ല. അടിപൊളി. Gira a la izquierda hacia Boscanaalwe, N461. Continúa por N461, 2 kilómetros. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ GPS കാണിക്കുന്നത് അപ്പുറത്തെ റൂട്ടായിരുന്നു. ഇതിലിപ്പോൾ അവിടേക്ക് ട്രക്കുകൾ കയറില്ല. അടിപൊളി. അപ്പോൾ നമുക്ക് ഈ റൂട്ട് വേണം പോകാനായിട്ട്. നാഷണൽ റൂട്ട് എടുത്താലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബൈ ചാൻസ് എങ്ങാനും വർക്ക് നടക്കണ്ടെങ്കിൽ, റോഡ് വർക്ക് നടക്കണ്ടെങ്കിൽ പണിയാണ്. കാരണം എത്രയും നേരമായിട്ട് നമ്മൾ ഈ ലോക്കൽ ട്രക്കുകളല്ലാണ്ട് മെയിൻ ട്രക്കുകൾ ഇതിൽ വളരെ റയറായിട്ടാണ് കാണുന്നത്. അവിടെ നിന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ട് ഇതൊക്കെ വേസ്റ്റ് തള്ളണതും ഇവിടുത്തെ ലോക്കൽ ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വന്നിട്ട് നമ്മൾ കയറിയ റൂട്ട് വന്നിട്ട് ട്രക്കുകൾക്ക് വലിയ കാര്യമായിട്ട് ഉള്ള റൂട്ടല്ല എന്നർത്ഥം. അത് വേസ്റ്റ് എടുക്കണ വണ്ടിയാണ്. അവിടെ നിന്ന് എടുത്ത മനുണ്ട്. അവനാണെങ്കിൽ തിരിച്ചു വേണം. അതിലേ പോകാനും പറ്റില്ല, ട്രക്കുകൾക്ക് കയറാനും പറ്റില്ല. Gira a la derecha hacia Hertog Bambe y Herenstraat. Continúa 2 kilómetros. ഒരു സ്ഥലം ഇവിടുന്ന് വന്ന വണ്ടികൾ കറങ്ങി അതിലേ പോകണം. അതിലേക്ക് ട്രക്കുകൾക്ക് എൻട്രൻസ് ഇല്ല. അതിൽ En 4 kilómetros y medio, gira a la izquierda la número 207. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മഴയാണ്. അത് മാത്രമുള്ളൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ നല്ല കാര്യമായിട്ടുണ്ട്. മഴക്കാറ് ചെറിയ രീതിയിലുണ്ട്. ഇന്ന് കാലത്ത് നല്ല മഴയായിരുന്നു ഇവിടെ. രാവിലെ നമ്മളിന്ന് 5 മണി 5:30 5:45 6 മണിക്ക് മുമ്പായിട്ട് വണ്ടി എടുത്ത് തന്നു. അപ്പം മഴയൊക്കെ മാറി ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയം. ഇന്നലെ നല്ല മഴയായിരുന്നു. നമ്മളിന്നല്ല വൈകിട്ട് വന്നതാണ്. Dentro de 600 metros, gira a la izquierda hacia Ardam-Sewe. ട്രക്കുകൾക്ക് വലിയ കാര്യമായിട്ട് പോപ്പുലർ Gira a ആയിട്ടുള്ള la വഴിയല്ല. izquierda hacia Ardam-Sewe. അവിടെയും ട്രക്കുകൾക്ക് എൻട്രൻസ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ്. അവിടേക്കും കയറാൻ പാടില്ല ട്രക്ക് 50 മീറ്ററിനപ്പുറത്തേക്ക്. നമ്മളിത് ഗ്രാമങ്ങളായ ഗ്രാമം മുഴുവൻ കറങ്ങി പോകുന്ന തോന്നണം കണ്ടിട്ട്.
രണ്ട് മാപ്പും കൂടെ നോക്കി നോക്കി വേണം പോകാനായിട്ട്. ഇനി ഒരു 19 കിലോമീറ്റർ. നമ്മൾ ഏകദേശം 27 കിലോമീറ്റർ ഉള്ളപ്പോൾ അവിടെ നിന്ന് കയറിയാൽ. അത്യാവശ്യം കുറച്ച് ഗ്രാമങ്ങളൊക്കെ കറങ്ങിയെന്ന് തോന്നുന്നു. En 1,5 kilómetros, gira a la izquierda la número 207. ഇവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിലെ ട്രക്കുകൾ കയറുന്നതാണ്. Dentro de 600 metros, gira a la izquierda hacia Gerenweg, N207. N207. അവിടെ ഒരു പോലീസ് വണ്ടി കിടപ്പുണ്ടല്ലോ. അല്ല, തിരിഞ്ഞു പോയി. അത് ആംബുലൻസ് ആണ്. അത് Gira a la izquierda hacia Gerenweg, N207. Gira a la izquierda. ഹീരാല എസ്കിയർദ, ഇടത്തോട്ട് തിരിയുക. ഹീരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുക, എസ്കിയർദ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട്. വലത്തോട്ടിന് ദരേച്ച എന്ന് പറയും. ഇവിടുന്ന് ഇനി ഒരു 16 കിലോമീറ്റർ. ഇതിലെ മാപ്പിൽ വന്നിട്ട് GB17 മൊബൈലിലെ ഇതിൽ വന്നിട്ട് 16 കാണിക്കുന്നത്. മൊബൈലിൽ കാണിക്കുന്നത് സാധാരണ കാറിൻ്റെ സംഭവം. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ ചിലപ്പോൾ ആ വഴിക്ക് എൻട്രൻസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കറങ്ങി പോകേണ്ടി വരും. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ ട്രക്കുകളുടെ മാപ്പ് പറയാം. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ട്രക്കിൻ്റെ മാപ്പ് പറഞ്ഞേക്കണത് തെറ്റായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഞാനിത് സമയം കിട്ടുമ്പോൾ എല്ലാ മാസവും അല്ലെ ഇത് ചെയ്യാറുണ്ട്. വൈഫൈ വെച്ചിട്ട് നമുക്ക് വൈഫൈ വെച്ചിട്ട് നമുക്കത് ഇതിൻ്റെ ആക്ച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ആക്ച്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും റോഡുകളിലൊക്കെ വർക്ക് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ കാണിക്കും, ഇതിൽ കയറുള്ളൂ. പിന്നെ അടുത്ത ആക്ച്വലൈസേഷൻ കഴിയണവരെ ഈ സംഭവം അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ബ്ലോക്ക് കാണിക്കും. പിന്നെന്ന് പറയാന്ന് വെച്ച് ഇതിപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊരു 5 വർഷത്തോളം ഈ സാധനം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കില്ലേ, ഈ GPS ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ആദ്യത്തെ GPS വളരെ കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം കാരണം കൊണ്ട് ഞാനത് ഓഫ് ചെയ്തിടാറില്ല. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഞാൻ വിചാരിച്ചത് അതിന് ഭയങ്കര പവറായിരിക്കും വിചാരിച്ചത്. ഇത് ഇതാല്ലേ 15 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്തും 45 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ അത് കുത്തി വയ്ക്കുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് കിട്ടുന്ന സമയം എന്തായാലും ഇപ്പോൾ ലോഡ് എടുക്കുന്ന സമയത്തായാലും നമ്മളത് ഊരിയിടും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആവില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മാസ്ക് പോലത്തെ സാധനം ചൂടുകാലത്ത് വയ്ക്കാറുണ്ട്, ഹീറ്റ് ഇത് കിട്ടാത്ത രീതിയിൽ. പിന്നെ ഹൈവേയിൽ മെയിനായിട്ട് പോണ സമയത്ത് ചൂടുകാലത്ത് അത് ഊരി ഈ സൈഡിൽ വയ്ക്കും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടടിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 5 വർഷത്തോളം അത് ലാസ്റ്റ് ചെയ്യുന്നത്.
ഇപ്പം ഹൈവേയിൽ കയറി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേനേക്കാളും നല്ലത് ഇപ്പം നാഷണൽ പോകണത് ഈ സമയത്ത്. ഒരു കാലത്തൊരു 7:30 തൊട്ട് ഒരു 9:30 മണി വരെ ഹൈവേ ഇവിടെ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം ഹെവി ബ്ലോക്ക് ആയിരിക്കും. നാഷണൽ റൂട്ടാണ് കുറച്ചും കൂടെ സേഫ് സ്ഥലത്തെത്താനായിട്ട്. ബ്ലോക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് ദൂരം ഓടിക്കുന്നു വരും, പക്ഷേ എങ്കിലും മാനേജബിളാണ്. En 1,5 kilómetros, mantente a la derecha por la número 207. നമ്മൾ ഏതിലൊക്കെയോ പോകുന്നുണ്ട്. എന്തായാലും കിലോമീറ്ററിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇനി 13 കിലോമീറ്റർ ഉള്ളൂ. Dentro de 600 metros, mantente a la derecha para seguir hacia Bustanaal UE N207. Mantente a la derecha y sigue por la número 207. ഇനി നാഷണൽ റൂട്ട് 207 En 900 metros, sitúate a la derecha, después mantente a la derecha por la número 207. Continúa por N207 800 metros. Dentro de 600 metros, mantente a la derecha para seguir hacia Bustanaal UE N207. Mantente a la derecha y sigue por la número 207. ഇവിടെ പോകുമ്പോൾ ഇതിൻ്റെ മാർക്ക് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അവിടെ നോക്കാം. Mantente a la derecha. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഇതിലെ നേരെ പോകേണ്ടി വരും. En 3 kilómetros, gira a la derecha en la número 207. സമയത്ത് അപ്പുറത്തോടെ കയറാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കയറി പോകണം. പിന്നെ നമ്മൾ എടുക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ Continúa por N207. ട്രക്കൊക്കെ നൈസായിട്ട് ചാടി കിട്ടും. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ അപ്പുറത്തോടെ എടുത്തോണ്ട് പോകും. പണ്ട് ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ആദ്യം റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരും. ആംസ്റ്റർഡാമാണ് അടുത്താണ് ഇവിടെ. അതിലേക്കുള്ള റൂട്ടുകൾ ബസ്സുകളാണ് ഈ പോണത്. ഇവിടെ എന്തോ തരത്തിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെ ട്രക്കുകളൊക്കെ അത്യാവശ്യം മൂവ് ചെയ്യുന്ന വഴിയാണ് എന്തായാലും. ഇവിടെ ഒരു ക്യാമറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു Al final de la calle, radar gira a la ഉണ്ട്. derecha. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല കൂട്ടുകാരാ. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്.
ഇതിലെ ഹൈവേയിൽ എടുക്കാനായിട്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു, എടുത്ത് പോരാമായിരുന്നു. പക്ഷെ അത് കുറച്ച് ദൂരമുണ്ട്. ഇത് കുറച്ച് അകത്തോട്ട് കയറിയിട്ടാന്ന് തോന്നുന്നു ഈ മെറ്റീരിയൽസിൻ്റെ ഇത്. അകത്തോട്ട് കയറുന്നതും ഭയങ്കര റേറ്റ് വ്യത്യാസമല്ലേ. മെയിൻ കമ്പനികളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൈവേയുടെ ഇതിൽ തന്നെ. നമുക്ക് പോകേണ്ടത് N207. Dentro de 400 metros, gira a la derecha para continuar en N207. En el semáforo, gira a la derecha, después gira a la izquierda Gira a por la la derecha primera para calle. continuar en N207. ഇവിടെ നിന്ന് ഇനി അടുത്ത നാഷണലിലേക്ക്. Continúa por N207 3 kilómetros. Gira a la izquierda la número 207. En 2 kilómetros, mantente a la derecha y sigue por la número 207. അവിടെ നിന്ന് ഇനി ഒരു 7 കിലോമീറ്റർ. En 1,5 kilómetros, mantente a la derecha y sigue por la número 207, después entra en la rotonda. 207. കൂട്ടുകാരെ, നമ്മളപ്പോൾ അങ്ങനെ ഏകദേശം ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കണം. Dentro de 400 metros, en la rotonda, Calaca, continúa Fernando, recto de para bien, seguir por Seida. അവിടുന്ന് ഇവിടുന്നൊക്കെ സൈക്കിൾ ഓടിച്ചേറി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 2.7 Sal കിലോമീറ്റർ. de la rotonda por la segunda salida por Seide. അപ്പോൾ കൂട്ടുകാരെ, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.